ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എക്സാം സമയമൊക്കെയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ രണ്ട് ഭാഗങ്ങളാണ്. ഭൗതിക മാറ്റത്തിന്റെയും രാസമാറ്റത്തിന്റെയും ഉദാഹരണങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ടാബിളായിട്ട് രണ്ടിന്റെയും വ്യത്യാസങ്ങൾ എഴുതാൻ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്രാവശ്യത്തെ എക്സാമിന് പരിഗണിക്കാൻ വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ഭാഗം പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ് ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വസ്തുവിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. അതിന്റെ വലുപ്പത്തിൽ മാറ്റം വരുന്നതാവാം, ആകൃതിയിൽ മാറ്റം വരുന്നതാകാം, ഷേപ്പിൽ മാറ്റം വരുന്നതാകാം. ഇങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ ചേഞ്ചസിൽ കണക്കാക്കാവുന്നത്. സ്റ്റേറ്റ് ഓഫ് ചേഞ്ചിനെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ചേഞ്ചിൽ പെടുത്താറുണ്ട്. ഒരു സോളിഡ്, അതായത് ഒരു ഐസ് ലിക്വിഡായി മാറുന്നത്, അപ്പൊ എന്താ, അതിന്റെ അവസ്ഥ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ, അതും എന്ത് തന്നെയാണ്, ഫിസിക്കൽ ചേഞ്ചിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ബ്രേക്കിംഗ്, ടിയറിംഗ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. അപ്പൊ പൊട്ടുന്നത്, മുറിക്കുന്നത്, കീറുന്നത്, ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ ചേഞ്ചസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ഫിസിക്കൽ ചേഞ്ച്. പുതുതായിട്ടൊരു പദാർത്ഥവും ഫിസിക്കൽ ചേഞ്ചസിൽ എന്ത് ചെയ്യുന്നില്ല, രൂപം കൊള്ളുന്നില്ല. ഒരു ഐസ് അതേപോലെ തന്നെ ലിക്വിഡ് ആവുന്ന സമയത്ത്, വെള്ളമാവുന്ന സമയത്ത് രണ്ടും എന്ത് തന്നെയാ, വെള്ളം തന്നെയാണ്. പ്രധാനമായിട്ട് പുതിയതായിട്ട് ഒരാളൊന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ രൂപം കൊള്ളുന്നില്ല. നോക്കിക്കേ നിങ്ങൾ, ഇൻ സം ഫിസിക്കൽ ചേഞ്ചസ് എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ റിലീസ്. എനർജി എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യും. എക്സാമ്പിൾസ് ആയിട്ട് ക്രഷിംഗ് എ ക്യാൻ, മെൽറ്റിംഗ് ഓഫ് എൻ ഐസ്, ബോയിലിംഗ് വാട്ടർ, അതേപോലെ തന്നെ സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ്, മിക്സിംഗ് ഗ്രീൻ ആൻഡ് റെഡ് മാർബിൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഇതേപോലെ തന്നെ അല്ലെ, ഫിസിക്കൽ ചേഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തും കൂടി പഠിച്ചിരിക്കണം, കെമിക്കൽ ചേഞ്ചും കൂടെ പഠിച്ചിരിക്കണം. എന്താണ് കെമിക്കൽ ചേഞ്ചിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, രാസമാറ്റം. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പൊ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഒരു പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്നു. ഇത്തരം മാറ്റം നടക്കുമ്പോൾ അല്ലെ, ഊർജം സ്വീകരിക്കുകയോ ഊർജം പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ രാസമാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ്. രാസമാറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പെർമനന്റ് ചേഞ്ച് അല്ലെ. കെമിക്കൽ ചേഞ്ചസ് ആർ കൺസിഡേർഡ് ടു ബി എ പെർമനന്റ് ചേഞ്ച്. നോക്കിക്കേ, ഫയർ വർക്ക്സ്, ഫ്രൈയിങ് എഗ്, ഫോട്ടോസിന്തസിസ്, ഡൈജഷൻ, കമ്പഷൻ ഓഫ് പ്രൊപ്പെയിൻ, ബേണിംഗ് ഓഫ് വുഡ്, ഇതൊക്കെ എന്തിൽ പെടുത്താം, നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പുകളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ.